കൊറ്റനാട് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക്. മുൻ ഭൂവുടമയെടുത്ത വായ്പയുടെ പേരിലാണ് ജപ്തിയെന്നും ബാങ്കിന്റേത് നിയമവിരുദ്ധ നടപടിയാണെന്നും വീട്ടുകാർ പറയുന്നു. നടപടി നിയമപരമെന്നാണ് കേരള ബാങ്കിന്റെ വിശദീകരണം. കൊറ്റനാട് മടത്തുംചാൽ സ്വദേശി പ്രഹ്ലാദന്റെ വീടാണ് കേരള ബാങ്ക് ഇന്ന് രാവിലെ ജപ്തി ചെയ്തത്. 2017 വിജയകുമാർ എന്നയാളുടെ കയ്യിൽ നിന്ന് 3 സെന്റ് സ്ഥലം പ്രഹ്ലാദൻ വാങ്ങി. തുടർന്ന് ലൈഫ് പദ്ധതി പ്രകാരം കൊറ്റനാട് പഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിച്ചു. ആ വീടും സ്ഥലവുമാണ് കേരള ബാങ്ക് ജപ്തി ചെയ്തത്. ആധാരമടക്കം രേഖകളെല്ലാം വീട്ടുകാരുടെ കയ്യിലിരിക്കുമ്പോഴാണ് ബാങ്കിന്റെ നടപടി. ജപ്തി ചെയ്യുവാന്ന് പറഞ്ഞ് ബാങ്കുകാർ വന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇവിടെ ലോക്ക് പൂട്ടി സീൽ ചെയ്തെന്ന്. ഇതുവരെ ഒരു നോട്ടീസും ബാങ്കുകാർ നമ്മളെ ഒരു വിവരം അറിയിച്ചിട്ട്. ഇപ്പോൾ വീട് പണി പൂർത്തീകരിച്ചപ്പോഴാണ് 2 മാസം മുന്നേ ബാങ്കുകാർ പറയുന്നത് ഇത് ബാങ്കിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്, നമ്മൾ ഇറങ്ങിക്കൊടുക്കുക. നമ്മൾ പക്ഷേ രജിസ്റ്റർ ഓഫീസിലും താലൂക്കിലും എല്ലാം വിളിച്ചു തിരക്കിയപ്പം നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല, നിങ്ങൾ ആരെയും കാണണ്ട എന്ന് പറയുന്നത്. ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, കാരണം ഞങ്ങൾ അവിടുന്ന് ലോൺ എടുത്തിട്ടില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ അവരുമായിട്ട് സംസാരിക്കാൻ ബാങ്കുമായി ഇടപാടിലില്ലെന്നും ഭൂമിയുടെ മുൻ ഉടമകളാണ് വായ്പ എടുത്തതെന്നും വീട്ടുകാർ പറയുന്നു. ബാങ്കിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ചു. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയാണ് വീട് ജപ്തി ചെയ്തതെന്നാണ് കേരള ബാങ്ക് നൽകുന്ന വിശദീകരണം. വായ്പയെടുത്ത വിജയകുമാർ വ്യാജരേഖ ഉണ്ടാക്കി ബാങ്ക് അറിയാതെ ഭൂമി വിറ്റതായിരിക്കാമെന്നാണ് കേരള ബാങ്ക് ചാലാപ്പള്ളി ശാഖാ മാനേജറുടെ പ്രതികരണം. ലോൺ എടുത്തതിന്റെ പേരിൽ 4 സെന്റ് ഭൂമിയിൽ താഴെയുള്ള വീടുകൾ ജപ്തി ചെയ്യില്ലെന്ന് കേരള മുഖ്യമന്ത്രി പറയുമ്പോഴാണ് കേരളത്തിന്റെ സ്വന്തം കേരള ബാങ്ക് ഇത്തരത്തിലൊരു വീട് ജപ്തി ചെയ്തിരിക്കുന്നത്. അതും എടുക്കാത്ത വായ്പയുടെ പേരിൽ. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെടണം. ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.